വളരെ പശ്ചാത്താപ വിവശയായാണ് അഥീന ഒടുവിൽ തന്റെ പിതാവായ സിയൂസ് ദേവന്റെ അടുത്തെത്തിയത്. വിഷാദവതിയായ അവളെ കണ്ടപ്പോൾ സിയൂസ് പല കാര്യങ്ങളും മണത്തറിഞ്ഞു. എങ്കിലും അവളുടെ ശാപത്തെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് പ്രതിവിധിയായി മെഡ്യൂസയെ കൊല്ലുക മാത്രമാണെന്ന് സിയൂസ് അഥീനയെ അറിയിച്ചു. പക്ഷേ അതിന് തയ്യാറാവുന്ന ഒരു പോരാളി ഉണ്ടോ എന്നായിരുന്നു അഥീനയുടെ ഉത്കണ്ഠ. ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്, സിയൂസ് ഉറച്ച ശബ്ദത്തോടെ അറിയിച്ചു. ആരാണ് അയാൾ? അമിത ആവേശത്തോടെ അഥീന അച്ഛന്റെ മുഖത്തേക്ക് പ്രതീക്ഷകളോടെ നോക്കി. പക്ഷേ നിനക്കറിയാത്ത കുറച്ചു കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് മോളെ. നിന്നെയും ഫെർമിസിനെയും കൂടാതെ എനിക്ക് ഒരു മകൻ കൂടിയുണ്ട്, സിയൂസ് പറഞ്ഞൊപ്പിച്ചു. അഥീന അവിശ്വസനീയതയോടെ അച്ഛനെ തുറിച്ചു നോക്കി. മകളെ, നിന്നെ അറിയിക്കാൻ വൈകിപ്പോയ ചില കാര്യങ്ങൾ അറിയിക്കേണ്ട സമയമായിരിക്കുന്നു. നീ ശ്രദ്ധിച്ചു കേൾക്കൂ. പണ്ട് ആക്കൂസ് എന്ന രാജ്യത്ത് അക്രേസിയസ് എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാനിയ എന്ന മകളും. പക്ഷെ ഒരു മകൻ ഇല്ലാത്ത ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. രാജാവ് ഒരിക്കൽ ഒരു മന്ത്രവാദിയെ ചെന്നു കണ്ടു. തനിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷെ അവിടെ നിന്ന് കൂടുതൽ ദുഃഖകരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു സത്യം അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ഇനി ഒരാൺകുട്ടി ജനിക്കുകയില്ല എന്ന് മാത്രമല്ല, ധാനിയയ്ക്ക് ജനിക്കുന്ന മകൻ തന്നെ കൊല്ലുമെന്നും. ആ വാർത്ത അദ്ദേഹത്തെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. തിരിച്ചെത്തിയ അക്രേസിയസ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. എടുത്ത തീരുമാനപ്രകാരം രാജാവ് മകളെ ഒരു പ്രത്യേക തുറുങ്കിലടച്ചു. ഒരു പുരുഷ പ്രജയ്ക്ക് പോലും എത്തി നോക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ജയിലായിരുന്നു അത്. നേരിട്ടോ അല്ലാതെയോ ഒരു പുരുഷനോട് പോലും സംവദിക്കാനുള്ള അവസരം നിഷിദ്ധമായിരുന്നു. അവൾക്കവിടെ എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടു. ധാനിയ ആ ജയിലിനകത്ത് പരീക്ഷിതയും ദുഃഖിതയുമായി കാണപ്പെട്ടു. പക്ഷേ അപ്പോഴും അവൾ തന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ സിയൂസ് ദേവനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതായിരുന്നു അവൾക്ക് അവിടെയുള്ള ഏക ആശ്വാസം. ദിനരാത്രങ്ങൾ പതുക്കെ കൊഴിഞ്ഞു വീണു. ഇന്നവൾ സുന്ദരിയും സുശീലയുമായ ഒരു യുവതിയായി തീർന്നിരിക്കുന്നു. ഒരു രാത്രി ആ കൽത്തുറുങ്കിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. അവിടെ ധാനിയയുടെ അടുത്ത് സിയൂസ് ദേവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അവൾക്ക് ആത്മവിശ്വാസം നൽകുകയും നമുക്കായി ഒരു മകൻ ജനിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം പോയ ഉടനെ അവിടെ സ്വർണമഴ ആരംഭിച്ചു. ഓരോ സ്വർണ തരികളും അവളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. പിന്നീട് അത് ഗർഭമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്ന വിവരം ധാനിയ അറിഞ്ഞു. അവൾ കൂടുതൽ സന്തോഷവതിയായി തീർന്നു. ഉടനെ തന്നെ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് അക്രേസിയസ് ആ വിവരം അറിഞ്ഞത്. ക്ഷുഭിതനായ രാജാവ് മകളെയും കുഞ്ഞിനെയും ഒരു പേടകത്തിലാക്കി സമുദ്രത്തിൽ ഒഴുക്കിവിട്ടു. ആ പേടകം ഗതിയറിയാതെ സമുദ്രത്തിൽ അങ്ങോളം ഇങ്ങോളം തിരമാലകൾക്കൊപ്പം അലയടിക്കാൻ തുടങ്ങി. പിന്നീട്